കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു മോദി തരംഗം വീശുകയാണ്. പപ്പുവും സംഘവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ അതേ പാർട്ടിയുടെ അധികായനായ ശശി തരൂർ എന്തുകൊണ്ടാണ് എപ്പോഴും മോദി ഇങ്ങനെ പുകഴ്ത്തുന്നത് ആലോചിച്ചിട്ടുണ്ടോ? അതെ, ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഈ വേളയിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ മോദി സർക്കാർ സ്വീകരിച്ച നിലപാടിനെ വാനോളം പുകഴ്ത്തി ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല തരൂർ മോദിക്കായി കൈയടിക്കുന്നത്. സ്വച്ഛ് ഭാരത് മുതൽ വിദേശ നയം വരെ പലപ്പോഴും മോദിയുടെ മാസ്റ്റർ സ്ട്രോക്കുകളെ തരൂർ പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നു, ശശി തരൂർ ഒരു മോദി ഭക്തനായി മാറിയോ എന്ന്. അതോ കോൺഗ്രസിന് കാണാൻ കഴിയാത്ത ഭാരതത്തിന്റെ ആ വലിയ വികസന കുതിപ്പ് തരൂർ തിരിച്ചറിയുകയാണ്? ഇറാൻ വിഷയത്തിൽ ലോകത്തെ വൻ ശക്തികൾ പോലും പരാജയപ്പെട്ടപ്പോൾ മോദി എങ്ങനെയാണ് വിജയിച്ചത്? ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യയുടെ കപ്പലുകളെ രക്ഷിച്ച ആ രഹസ്യ ഫോർമുല എന്താണ്? ഇന്ത്യയെ ലോകത്തിന്റെ നെറുകിലെത്തിക്കുന്ന മോദിയുടെ ആ വിശ്വഗാഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇത് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത സത്യങ്ങളാണ്. ശശി തരൂർ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല. ഐക്യരാഷ്ട്രസഭയിൽ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന ലോകം ആദരിക്കുന്ന നയതന്ത്രജ്ഞനാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തരൂർ സ്വീകരിക്കുന്ന നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ പിളർപ്പിലേക്ക് വരെ നയിച്ചതാണല്ലോ. സ്വച്ഛ് ഭാരത് മോദി ആദ്യമായി പ്രധാനമന്ത്രിയായപ്പോൾ സ്വച്ഛ് ഭാരത് പദ്ധതിയിലേക്ക് തരൂരിനെ ക്ഷണിച്ചിരുന്നു. തരൂർ അത് സ്വീകരിച്ചപ്പോൾ തന്നെ അദ്ദേഹം മോദി ഭക്തനാകുന്നു എന്ന ആരോപണം ഉയർന്നതാണ്. അതുപോലെ ആർട്ടിക്കിൾ 370 ആയാലും G20 ആയാലും ഉക്രൈൻ യുദ്ധമായാലും മോദി സർക്കാരിന്റെ നയങ്ങളെ തരൂർ എന്നും പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇറാൻ വിഷയം നോക്കാം. മോദി സർക്കാർ ചെയ്തത് 100% ശരിയാണെന്ന് തരൂർ പറയുമ്പോൾ അത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പശ്ചിമേഷ്യ കത്തിയെരിയുകയാണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും തിരിയുമ്പോൾ ആഗോള വിപണി വിറച്ചുപോയി. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽ പാതയാണല്ലോ ഹോർമൂസ് കടലിടുക്ക്. ഇന്ന് ഹോർമൂസ് കടലിടുക്കിനെ ഉറ്റുനോക്കുകയാണ് ലോകം മുഴുവൻ. ലോകത്തെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ നട്ടെല്ലാണ് ഈ പ്രദേശം. ഇറാൻ ഈ പാത തടസ്സപ്പെടുത്തിയതോടെ അമേരിക്കയും യൂറോപ്പും പകച്ചു നിൽക്കുകയാണ്. ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞു. ഒരു വശത്ത് അമേരിക്കൻ സഖ്യം, മറുവശത്ത് ഇറാനും റഷ്യയും ചൈനയും. ഇവിടെയാണ് ഇന്ത്യയുടെ മഹത്തായ നിശബ്ദത ശ്രദ്ധിക്കപ്പെട്ടത്. ഇന്ത്യ ആരെയും പിന്തുണച്ചിട്ടില്ല, ആരെയും എതിർത്തതുമില്ല. ഇതിനെ തരൂർ വിശേഷിപ്പിച്ചത് തന്ത്രപരമായ ജാഗ്രത, സ്ട്രാറ്റജിക് കോഷൻ എന്നാണ്. പലരും കരുതി ഇന്ത്യ അമേരിക്കയെ പേടിച്ചാണ് മിണ്ടാത്തതെന്ന്. എന്നാൽ തരൂർ തന്റെ ലേഖനത്തിൽ ഇത് തിരുത്തുന്നുണ്ട്. ആത്മസംയമനം എന്നാൽ കീഴടങ്ങലല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു. മോദി സർക്കാർ ചെയ്ത 3 കാര്യങ്ങളാണ്. ആഗോള സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ പ്രസിഡന്റുമായി മോദി നേരിട്ട് സംസാരിച്ചു. ഇറാൻ പരമോന്നത നേതാവ് ഖമേനിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് ഇന്ത്യ തന്റെ സൗഹൃദം ഊട്ടിയുറപ്പിച്ചു. 2, ഇസ്രയേലിന്റെ സുരക്ഷാ വിഷയങ്ങളിൽ ഇന്ത്യ കൂടെ നിന്നു. എന്നാൽ അവരുടെ ആക്രമണങ്ങളെ കണ്ണടച്ച് പിന്തുണച്ചതുമില്ല. അതുപോലെ 3ാമത് ദേശീയ താല്പര്യമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കാണ് പ്രഥമ പരിഗണന നൽകിയത്. ഇറാന് മരുന്നുകൾ നൽകാനും ഇറാനെ ചേർത്ത് പിടിക്കാനും ഇന്ത്യ മറന്നിട്ടുമില്ല. ഈ 3 വിഷയങ്ങളിലൂടെയും സഞ്ചരിക്കാൻ ലോകത്ത് ഇന്ന് മോദിക്ക് മാത്രമേ കഴിയൂ എന്ന് തരൂർ പറയാതെ പറയുന്നു. ഈ യുദ്ധത്തിനിടയിൽ ഇന്ത്യക്ക് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ ഊർജ്ജ സുരക്ഷയായിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യയുടെ 3 കപ്പലുകൾ, 2 LPG ടാങ്കറുകളും ഒരു ക്രൂഡ് ഓയിൽ കപ്പലും കുടുങ്ങിക്കിടക്കുകയായിരുന്നല്ലോ. ലോകം മുഴുവൻ ഇന്ത്യയെ ഉറ്റുനോക്കി. എണ്ണവില കുതിച്ചുയരാൻ പോകുന്നു എന്ന വാർത്തകൾ പരന്നു. എന്നാൽ അവിടെയാണ് മോദിയുടെ നയതന്ത്രം വിജയിച്ചത്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾ പോലും സുരക്ഷിതമല്ലാത്ത ആ പാതയിലൂടെ ഇന്ത്യൻ കപ്പലുകൾ ഇറാൻ സൈന്യം തന്നെ എസ്കോർട്ട് നൽകുകയാണ് ഉണ്ടായത്. ഇതെങ്ങനെ സാധിച്ചു? ഇത് മോദി എന്ന ഭരണാധികാരി ഇറാനുമായിട്ടുണ്ടാക്കിയ വിശ്വാസത്തിന്റെ പുറത്താണ്. നമ്മുടെ കപ്പലുകളെ ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണ്. ഇതിനെയാണ് തരൂർ മോദി സർക്കാരിന്റെ ശരിയായ നിലപാട് എന്ന് വിശേഷിപ്പിച്ചതും പാടി പുകഴ്ത്തിയതും. എന്തുകൊണ്ടാണ് മോദി സമാധാനത്തിന് വേണ്ടി ഇത്രയധികം പരിശ്രമിക്കുന്നത്? ഉത്തരം വളരെ വളരെ ലളിതമാണ്. ഞാൻ കൂടുതലൊന്നും ഇതിൽ പറയണ്ട. വികസനം. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ്. 3ാമത്തെ ശക്തിയാകാനുള്ള ഓട്ടത്തിനാണ് നമ്മൾ. ഒരു യുദ്ധമുണ്ടായാൽ ആ സ്വപ്നം തകരും. അതുപോലെ ചബഹാർ തുറമുഖം പാകിസ്ഥാനെ വെട്ടിച്ച് ഇന്ത്യ മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഉണ്ടാക്കിയ പാതയാണിത്. ഇറാനിലെ ഈ തുറമുഖം ഇന്ത്യയുടെ വികസനത്തിൽ നിർണായകമാണ്. കുറഞ്ഞ വിലയിൽ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങാൻ മോദിക്ക് കഴിയുന്നത് ഇന്ത്യയുടെ നയതന്ത്ര സ്വയംഭരണാധികാരം
മാത്രമുള്ളത് കൊണ്ടാണ്. ഈ വികസന കാഴ്ചപ്പാട് ശശി തരൂരിനെ പോലെയുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അതായത് ബോധവും വിവരവും ഉള്ളവർക്ക് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ ലൈൻ മറികടന്നും മോദിയെ അനുകൂലിക്കുന്നത്. ഈ ലേഖനം പുറത്തു വന്നതോടെ BJP പ്രവർത്തകർ ആവേശത്തിലാണ്. അവർ സോഷ്യൽ മീഡിയയിൽ തരൂരിനെ ആഘോഷിക്കുന്നു. സത്യം എപ്പോഴും ജയിക്കും. കോൺഗ്രസിലെ ബുദ്ധിയുള്ള ഏക നേതാവ് തരൂരാണ് എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കൈയടിച്ചുകൊണ്ട് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിദേശ പര്യടനങ്ങളിൽ അദ്ദേഹം ഇന്ത്യയും മോദിയെയും വിമർശിക്കുമ്പോൾ, ഇന്ത്യയെ അപമാനിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുമ്പോൾ തരൂർ ഇന്ത്യയുടെ കരുത്തിനെ പുകഴ്ത്തുന്നത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിന്റെ താല്പര്യം നോക്കുമ്പോൾ ആർക്കും മോദിയെ പിന്തുണയ്ക്കേണ്ടി വരുമെന്നതിന്റെ തെളിവാണ് തരൂർ. തരൂർ തന്റെ ലേഖനത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചൊരു കാര്യമുണ്ട്. ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനത്തിന് മുൻകൈ എടുക്കാൻ മോദിക്ക് സാധിക്കുമെന്ന്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇറാനും ഇസ്രയേലിനും ഒരുപോലെ വിശ്വസിക്കാൻ കഴിയുന്ന, ലോകത്തെ ഏത് ശക്തിക്കും വിശ്വസിക്കാൻ കഴിയുന്ന ലോകത്തെ ഏക നേതാവ് ഇന്ന് നരേന്ദ്രമോദിയാണ്. യുദ്ധക്കളത്തിലെ പോരാട്ടമല്ല, മറിച്ച് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മികച്ച നയതന്ത്ര വീര്യമുള്ള വിശ്വഗുരുവായി ഇന്ത്യ മാറുന്നു. ഇന്ത്യയുടെ നിശബ്ദത യുദ്ധത്തിനുള്ള പിന്തുണയല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കാനുള്ള വിവേകപൂർണമായ നീക്കമാണ്. നമ്മൾ ഇന്ന് കാണുന്നത് ഒരു പുതിയ ഇന്ത്യയാണ്. ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആർജവമുള്ള ഇന്ത്യ. ശശി തരൂരിനെ പോലെയുള്ള ഒരു ആഗോള നയതന്ത്രജ്ഞൻ മോദിയുടെ നയങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അത് വെറും ഒരു പുകഴ്ത്തലല്ല, അത് ഭാരതം കൈവരിച്ച വളർച്ചയുടെ അംഗീകാരമാണ്. മോദി വിരോധം മാത്രം കൈമുതലാക്കിയവർക്ക് തരൂരിന്റെ ഈ ലേഖനം ഒരു മറുപടിയാണ്. ഇന്ത്യയുടെ വികസനവും സുരക്ഷയും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശശി തരൂർ ഒരു മോദി ഭക്തനായി മാറിയതാണോ, അതോ സത്യം വിളിച്ചു പറയുന്നതാണോ? ഈ നയതന്ത്ര വിജയം ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുമോ? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഭാരതത്തിന്റെ ഈ വൻ മുന്നേറ്റത്തെക്കുറിച്ച് എല്ലാവരും അറിയാനായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.